മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ഒരു പുതിയ സിനിമയിൽ അഭിനയിച്ച് അഭിനയ കളരിയിലേക്ക് അല്ലെങ്കിൽ സിനിമാ ലോകത്തിലേക്ക് കടന്നു വരികയാണ്. തുടക്കം എന്ന് പറയുന്ന സിനിമ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്നു. ആ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ മോഹൻലാൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വിസ്മയ മോഹൻലാലുണ്ട്, മോഹൻലാലിന്റെ പത്നിയുണ്ട്. ഇവരെ എല്ലാം ഇരുത്തിക്കൊണ്ട് മോഹൻലാൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ്, സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും മോശക്കാരാക്കാം, ആർക്കും ആരെയും തേജോവധം ചെയ്യാം, ഒരാളെ പൊക്കി നിർത്താം, ഒരാളെ കാലെ പിടിച്ച് താഴിടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ വരെ സോഷ്യൽ മീഡിയയ്ക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്ന സോഷ്യൽ മീഡിയയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും പറയാതിരിക്കാനേ പറ്റുള്ളൂ. ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക്. ഇപ്പോൾ പണ്ട് ഞാനൊരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നില്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. അതൊരു വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു ഒരു സന്തോഷമുള്ള ആൾക്കാരുണ്ട് അല്ലെ, ഒരു എക്സ്ട്രസ്, ഒരു പെപ്പപ്പ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അതങ്ങനെ ആൾക്കാരുണ്ട്. അവർ ലെറ്റ് ദം ബി ഹാപ്പി. അതാണ്, അതൊന്നും ഞാൻ പറ്റില്ല. നമ്മളന്ന് പിള്ളേരിനെ വളർത്തിയത് ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് തോട്ട് കൊടുക്കുമ്പം നീ ആലോചിച്ചാൽ മതി, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സോ വെൻ യു ഗിവ് ദം ഫ്രീഡം ഓഫ് തോട്ട്, ദേ വിൽ ഹാവ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആൻഡ് വൺസ് ദേ എക്സ്പ്രസ്, ഇറ്റ് ഇസ് ദെയർ പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഇവിടെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി CJP നടത്തിയ ഒരു വലിയ മൂവ്മെന്റ് നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സിസ്റ്റത്തിനെതിരെ പോരാട്ടം നടത്തുകയും ആ പോരാട്ടം വൻ വിജയമാവുകയും ആ പോരാട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് വിസ്മയയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയും അങ്ങനെ വന്ന സമയത്ത് ഒരുപാട് ട്രോളുകൾ വിസ്മയെ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു. വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ആള് ശരിക്കും നമ്മുടെ ഈ സർക്കിളിനുള്ളിലേക്ക്, അതായത് സിനിമാ ലോകത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്, അവരെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മോഹൻലാലിന്റെ മകളാണെന്ന്. പക്ഷെ അവര് ഇന്നാകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സിനിമാ ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഒരു സിനിമയിൽ ഒരു നായികയായിട്ട് വരുന്നു, മോഹൻലാലിന്റെ മകൾ എന്നൊരു ആ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്താണ് CJP സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയും പിന്നെ അത് ഭയങ്കരമായിട്ട് വിസ്മയക്ക് വമ്പൻ തിരിച്ചടിയാവുകയും. തിരിച്ചടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അവരെ സംബന്ധിച്ച് അത് പ്രശ്നമില്ല. പക്ഷെ അവരെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മുഖമില്ലാത്ത കുറെ പേർ, നമ്മൾ ഈ പറയത്തില്ലേ ഫേക്ക് ഐഡികൾ, നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ അറിയാത്ത ഒരുപാട് പേർ, നേരെ സംസാരിച്ച ആളുകളുമുണ്ട്, നേർക്ക് നേരെ സംസാരിക്കാൻ, അതായത് നമ്മൾ പറയത്തില്ലേ നമ്മുടെ ഉറപ്പില്ലാത്തവര്, അവർക്ക് എന്തോ ഒരു സാധനത്തിന് ഉറപ്പില്ലാത്തവര്, പച്ചക്ക് പറഞ്ഞാൽ അണ്ടിക്ക് ഉറപ്പില്ലാത്തവരെന്ന് പറയാം. അങ്ങനെയുള്ളവര് എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ വന്ന് അവരെ തേജോവധം ചെയ്യും, വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതായത് ഈ ഒരു ഇന്റർവ്യൂവിൽ മോഹൻലാൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവരവരുടെ മക്കളെ വളർത്തിയത് അവരുടെ ഫ്രീഡത്തിനനുസരിച്ച്, അതായത് അപ്പൻ പറയുന്നതേ കേൾക്കാവൂ, അപ്പന്റെ ആശയങ്ങളോട് യോജിച്ചേ പോകാവൂ എന്നൊരു രീതിയിലല്ല, അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. വിസ്മയ എന്ന വ്യക്തിക്ക് അവർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ട് അവരുടെ ആശയങ്ങൾ അവർക്ക് പുറത്തേക്കിടാം. അപ്പൊ അവർക്കൊരു അത്യാവശ്യം ആളുകൾ സിനിമയിലേക്ക് വരുന്നു എന്ന സാഹചര്യത്തിൽ ആ ഒരു ഫേസ് ആളുകൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ആ ഒരു സമയത്താണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. ഇതിനെക്കുറിച്ച് വിസ്മയക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself, so if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix their problem. അതായത് അവരതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അയ്യോ അപ്പൻ വലിയ സിനിമാ നടനാണല്ലോ, അല്ലെങ്കിൽ അച്ഛൻ വലിയ സിനിമാ നടനാണല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ എടുക്കും, അച്ഛന്റെ ഫെയിമിനെ അത് അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വേണമെങ്കിൽ അവർക്ക് ചിന്തിച്ചു മൂടി ഇരിക്കാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അവർക്ക് എല്ലാ മനുഷ്യരെ പോലെ തന്നെ സ്വാതന്ത്ര്യമുണ്ട്. ഞാനെന്ന വ്യക്തി, എനിക്ക് സംസാര സ്വാതന്ത്ര്യം ഉള്ള പോലെ എനിക്ക് എന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാം എന്ന് പറയുന്ന പോലെ തന്നെ 1000 പേരുണ്ട്, 1000 പേർക്കും അവരവരുടെ സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം ഉണ്ട്, അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യാം.
അതിൽ നിന്ന് നമുക്ക് ശരികൾ ഏതാ തെറ്റുകൾ ഏതാന്ന് നമുക്ക് ശരി ഏതാ തെറ്റാന്ന് തെറ്റേതാന്ന് തിരിച്ചെടുക്കാനുള്ള തരം തിരിച്ചെടുക്കാനുള്ള ഒരു യുക്തിബോധം മനുഷ്യനുണ്ടായാൽ മതി. ആര് എന്ത് പറയുമ്പോഴും അവര് പറയുന്ന കാര്യങ്ങൾ ചുമ്മാ അതായത് കേട്ട് എല്ലാം ശരിയാണെന്ന് മാത്രം അവരോട് പറയാതെ, അല്ലെങ്കിൽ ആ കേൾക്കുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് മൊത്തം വിഴുങ്ങിക്കൊണ്ട് പോരാതെ അതിൽ നിന്ന് എന്താണ് അതിന്റെ ശരി തെറ്റുകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. അപ്പം അവിടുത്തെ മൂവ്മെന്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഇനി പറയേണ്ട കാര്യമില്ല. കാരണം ഡൽഹിയിൽ നടന്ന പ്രൊട്ടസ്റ്റും ആ പ്രൊട്ടസ്റ്റ് വിജയിക്കാനുള്ള ഒരു കാര്യം എന്താണ്, ആ ഒരു സമരം വിജയിക്കാനുള്ള കാര്യം എന്താണ്, ആ പറഞ്ഞിരുന്ന അവരുന്നയിച്ചിരുന്ന ആ പ്രശ്നങ്ങൾ എല്ലാം ശരിയായ, അത് കൃത്യമായിട്ടും അത് വെറുതെ വ്യാജമായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളല്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പ്രൊട്ടസ്റ്റ് നടക്കുകയും അവസാനം അത് വിജയം കാണുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരെ വന്നു, അതായത് രാജിവെക്കേണ്ട സാഹചര്യം വരെ വന്നു. അത് രാഷ്ട്രീയപരമായ കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം അത്രയ്ക്കധികം പ്രഷർ ചെലുത്തണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ പറയുന്ന സിസ്റ്റത്തിൽ പാളിച്ചകളൊന്നും ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവർക്ക് അവിടെ നിൽക്കാമായിരുന്നു. പാളിച്ചകൾ ഉണ്ടോണ്ട് മാത്രമാണ് ഇത്രയധികം യുവാക്കളും യുവതികളും തെരുവിൽ പോയി ഇന്ന് പ്രതിഷേധം നടത്തിയത്. അപ്പോൾ എന്തായാലും മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ മകള് സിനിമയിലേക്ക് ചുവട് വെക്കുമ്പോൾ ഇപ്പോഴും അവരെ അത് വേട്ടയാടുന്നുണ്ടെങ്കിൽ, നല്ലൊരു സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ ജനങ്ങൾ സ്വീകരിക്കും. അതിപ്പോൾ നമുക്കറിയാം, മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ സിനിമയിൽ വന്നപ്പോഴും ജനങ്ങൾ, നമ്മൾ എല്ലാവരും ഇരു കൈകളും നീട്ടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റി സംസാരിച്ചത്, അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ പോരായ്മകളും പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം സംസാരിച്ചതും ഏറ്റവും അവസാനം അഭിനയിച്ച ഡയസിറെ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം ഞെട്ടിക്കുകയും ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പന്റെ പേരുകൊണ്ട് മാത്രം വന്ന് കയറിയവനല്ലടാ എന്നുള്ള രീതി, അതായത് നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമുക്കറിയാം, നെപ്പോ കിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പൊസിഷനിൽ ഒരു സിനിമാ നടനാണെങ്കിൽ അവരുടെ പേരിന്റെ ആ വാല് വെച്ച് സിനിമയിലേക്ക് വരികയും ആ ഒരു രീതിയിൽ ആളുകൾ കണക്കാക്കുന്ന ഒരു സാഹചര്യം. അവിടെ ഒന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെപ്പോ കിഡ് എന്നുള്ള ഒരു പേര് ഒരു പരിധി വരെ മാറിക്കിട്ടും. പ്രണവ് മോഹൻലാൽ ഏകദേശം അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ ഏകദേശം അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ദുൽഖർ ഒരു നല്ല നടനാന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ദുൽഖറിന് വന്നാലും മമ്മൂട്ടിയുടെ മകൻ എന്ന ലെവലിലല്ലാതെ തന്നെ സിനിമ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. പ്രണവ് മോഹൻലാലിനും അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ മകൻ, മൂത്ത മകൻ ഗോകുൽ സുരേഷ് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. മാധവ് എത്തിയിട്ടില്ല. മാധവന് കുറച്ച് പോരായ്മകളുള്ള എല്ലാവരും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവനും തിരിച്ച് എന്താ പറയുന്നേ, ആ ഫയർ ബ്രാൻഡിന്റെ മകനല്ലേ. ഞാൻ പറഞ്ഞു വന്നപ്പോൾ എല്ലാവരുടെയും ഈ നെപ്പോക്കുറിച്ചിന്റെ കാര്യമെല്ലാം പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയാണ്. തിരിച്ച് നല്ല രീതിയിൽ വരാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് നല്ല രീതിയിൽ വിനിയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തേടി അവസരങ്ങൾ വരികയും അത് ചെയ്യും. എന്തായാലും ഈ ചിത്രത്തിന് ഇതിൻ്റെ അകത്തിൽ മോഹൻലാലുണ്ട്. എന്തായാലും വിസ്മയ മോഹൻലാലിന് ഒരു ആശംസയും കൂടെ നേരാതിരിക്കാൻ പറ്റില്ല. സിനിമാ ലോകത്തിലേക്ക് കടന്നു വരുന്ന വിസ്മയ മോഹൻലാലിന് ആശംസകൾ. ഇതൊരു പുതിയ തുടക്കമാകട്ടെ. സിനിമയുടെ പേര് പോലെ തന്നെ തുടക്കം, നല്ലൊരു തുടക്കമാകട്ടെ. എന്തായാലും ആന്റണി പെരുമാവന്റെ മകൻ ആശിഷ് ആന്റണിയും ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അഭിനയിക്കുന്നുണ്ട്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ എണ്ണം പറഞ്ഞ നല്ല താരങ്ങൾ ഈ സിനിമയിലുണ്ട്. എല്ലാവരും നല്ല താരങ്ങളാണ്. പക്ഷെ എന്നാലും അഭിനയിച്ച് പദം വരുത്തിയിട്ടുള്ള നല്ല ആക്ടേഴ്സ് എല്ലാം ഈ സിനിമയിലുണ്ട്. ഉറപ്പായിട്ടും ഈ സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ സ്വീകരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ശരിക്കും അവരുടെ ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ്, മക്കളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. മോഹൻലാലിന്റെ വൈഫിനൊക്കെയാണല്ലോ എന്തുമാത്രം ഒരിതാണ്. അവരെ പിടിച്ചു കെട്ടി വെക്കാതെ അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിടുന്ന സമയത്ത് അവർക്ക് അവരുടെ അപ്പനോടും അമ്മയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവരും കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഒരു ഫ്രീഡം അവർ കാണിക്കുന്നുണ്ട്. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ഫ്രീഡം ടു വാക്ക്, ഫ്രീഡം ടു സ്പീക്ക്, നമുക്ക് എല്ലാം ഉണ്ട്. അപ്പം ഏതായാലും മോഹൻലാൽ പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാതിരിക്കാൻ വേണ്ട. നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയാം. കുറേയധികം മുഖമില്ലാത്ത ആളുകൾ വന്ന് ആർക്കെതിരെയും എന്തും പടച്ചുവിടുന്ന ഒരു സാഹചര്യം. വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയെ അധിക്ഷേപിച്ച് കഴിയുമ്പോൾ നോർമലി ഇപ്പം ഞാനെന്ന വ്യക്തിനെ കയറി ഒരുത്തൻ ഏതോ ഒരു മുഖമില്ലാത്തവൻ ആദ്യമേ, ഞാൻ ഓർക്കുന്നുണ്ട് വീഡിയോ ഇട്ട സമയത്ത് പച്ച തെറി പറയുന്നു. എന്തിനാണെന്നറിയത്തില്ല, ഞാൻ തെറി പറയാനുള്ള ഒരു കണ്ടന്റ് പോലും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള സാധനം തുടക്കകാലം പോലെ അങ്ങനെ ആരെയും നമ്മൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പം ഇപ്പം ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തവണ താവൂട്ടി തന്നെ എനിക്ക് തെറി ഒരു
ആരാന്ന് പോലും അറിയത്തില്ല. എനിക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടായി. ആരാണെന്ന് എന്താണെന്നും അറിയത്തില്ലാത്ത ഒരുത്തൻ എന്നെ വന്ന് ഞാൻ അന്ന് ചെയ്ത വീഡിയോകൾക്ക് പോലും അങ്ങനെ തെറിയേക്കേണ്ട വീഡിയോസൊന്നും അല്ല ഒരു, പക്ഷെ വീഡിയോയ്ക്ക് കുറെ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമല്ലായിരുന്നു, ഞാൻ തല വെട്ടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ എനിക്ക് കുറച്ച് ക്യാമറ ഫേസ് ചെയ്യേണ്ട, ക്യാമറയിലോട്ട് എവിടെയാണ് നോക്കണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട് ആ പ്രശ്നം. അത് പരിഹരിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ എനിക്കും ഉണ്ടായിരുന്നു. എന്നെ ഇതുപോലെ ചീത്ത ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മോഹൻലാൽ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഓർമ്മ വരുന്നത്, ഈ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും അല്ലെങ്കിൽ സുരേഷ് ഗോപിനെയും അല്ലെങ്കിൽ സിനിമാ താരങ്ങളെ എല്ലാം എന്തോ ഫ്രസ്ട്രേഷൻ തീർക്കാം, അവരുടെ ഉള്ളിലെ ആ ഒരു ആരോടൊക്കെയോ ഉള്ള ദേഷ്യം തീർക്കുന്നത് പല ആളുകളും ഇവരുടെയൊക്കെ മുകളിൽ കുതിര കയറിയിട്ടാണ്. നാളെ അതിപ്പോ അവര് മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിനെ അധികം ഈ പറയുന്ന പോലെ ആരും ആക്രമിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയൊക്കെ ഒരുപാട് പേരെ നമുക്ക് അവരുടെ ആശയങ്ങൾക്കെതിരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു വ്യക്തിയെ ആക്രമിക്കുന്നതിലും ഏറ്റവും ഇത് അവരുടെ ആശയങ്ങൾ. ഇതിപ്പോ നമ്മുടെ ലാലേട്ടനാണെങ്കിൽ പോലും ലാലേട്ടൻ പറഞ്ഞ ഏതെങ്കിലും ആശയത്തോട് നമുക്കൊരു വിയോജിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം, ശരിയാ ലാലേട്ട ഇത് പറഞ്ഞത് ശരിയായിട്ടില്ല, ഈ ഒരു ആശയത്തോട് നമുക്ക് വിയോജിപ്പുണ്ട് എന്ന് നമുക്ക് പറയാം. അതൊക്കെയാണ് ഒരു എന്താ പറയുന്നത്, നമ്മൾ ഒരു ആക്രമണം, വ്യക്തിയെ ആക്രമിക്കുന്നതിൽ നല്ലത് ഒരു ആശയത്തോട് ആക്രമിക്കുന്നത്. അവിടെ ചർച്ചകൾ വരുമ്പോൾ അതിന്റെ പോരായ്മകളെല്ലാം മാറുകയും ചിലപ്പോൾ നമ്മൾ അദ്ദേഹം പറഞ്ഞ രീതിയിലായിരിക്കും നമ്മൾ കേട്ടത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിലുള്ള തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും, അദ്ദേഹത്തിന് അത് തിരുത്താനുള്ളത്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ എല്ലാം ഇങ്ങനെ കൂട്ടിക്കുഴച്ച് പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇതാണ് ഇതിൻ്റെ അകത്തെ ഒരു കാര്യം. അതായത് വ്യക്തികളെ കയറി ആക്രമിക്കുക എന്ന് പറയുന്നത് ഈ ഒരു സമൂഹത്തിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വന്ന ഒരു കാലഘട്ടം മുതലേ ഉള്ളതാണ്. പണ്ടൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു എന്റർടൈനിങ് പർപ്പസ് എന്നുള്ള രീതിയിൽ നമുക്ക് പരിചയമുള്ള നമ്മുടെ കുറേ സുഹൃത്തുക്കളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അവരുമായിട്ടൊരു സൗഹൃദ വലയം ക്രിയേറ്റ് ചെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ സംസാരം വിഷയം എന്ന് പറയുന്നത് വളരെ സൗഹാർദ്ദപരമായ സംസാര വിഷയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പം ആക്രമണം മാത്രമേ ഉള്ളൂ. ഒരുത്തനെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവന്റെ മുത്തനും എല്ലാം കയറി വിളിക്കുക എന്നുള്ളതാണ്. അത് ആരാണോ എന്നാണെന്നോ ഒന്നും അറിയത്തില്ല. കുറെ ഫേക്ക് ഐഡികൾ വരുന്നു. ശരിക്കും നമുക്ക് നേർക്ക് നേരെ നിന്ന് പറയാൻ ഒരു ധൈര്യമുണ്ട്. അതായത് എന്താ പറയുക, നമ്മൾ ഒരു വ്യക്തിയോട് നമുക്ക് എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടെങ്കിൽ അത് ഫേസ് ടു ഫേസ് നമ്മൾ നിന്ന് സംസാരിക്കണം. അല്ലാതെ മാറി ഒളിച്ചിരുന്ന് അശരീരി സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു ശരിയായ ഒരു നടപടിയല്ല. ഇപ്പം ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യം വളരെ വളരെ ശരിയായ ഒരു കാര്യമാണ്. മുഖമില്ലാത്ത കുറെ ആളുകൾ വന്നിരുന്ന് എന്തൊക്കെയോ പറയും. നമ്മൾ അതിന്റെ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും വിസ്മയയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് എതിരെ ആളുകൾ സംസാരിച്ചപ്പോൾ ഇപ്പോഴും വിസ്മയ മോഹൻലാൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തോട് ഉറച്ചു നിൽക്കുന്നതാണ്. അതായത് അവര് കാല് മാറ്റി ചവിട്ടിയില്ല എന്നുള്ളതാണ്. അവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഉറച്ചു നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് പേളി മാണിയൊക്കെ എന്താ പറയുക, ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എന്താണ് ഇലയ്ക്കും മുള്ളനും, അതായത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, അവരെയും സൂചിപ്പിക്കണം ഇവരെയും സൂചിപ്പിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ച അവരുടെ ആ ഒരു രീതി ഉണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ്. കാരണം ഇതൊക്കെ നേരത്തെ ചർച്ച ചെയ്തു പോയിട്ടുള്ളതാണ്. അതിനേക്കാളും ഒക്കെ എത്രയോ ഭേദമാണ് ഇന്ന് ഈ പറയുന്ന ഈ വിസ്മയ മോഹൻലാലിന്റെ ഈ ഒരു അവർ ഏത് സ്റ്റാൻഡിൽ നിന്നോ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അതിന് ഉറപ്പ് ഒരു പുറകിൽ നിന്ന് ഒരു ബാക്ക് സപ്പോർട്ട് അപ്പൻ എന്ന് പറയുന്ന വ്യക്തി, പുള്ളി മകളുടെ ആവിഷ്കാരം അല്ലെങ്കിൽ സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അവരിപ്പോ അവരുടേതായ ഇഷ്ടത്തിന് അവരുടെ ആശയം പറഞ്ഞു എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ അപ്പനും കൂടി ഉള്ളപ്പോൾ പിന്നെ എന്നാ പേടിക്കാനല്ലേ. അപ്പൊ എന്തായാലും ഈ സിനിമാ ലോകത്തിലേക്ക് കടന്നു വരുന്ന വിസ്മയ മോഹൻലാലിന് ആശംസകൾ. ആ ഒരു സിനിമയിൽ ഭാഗമാകുന്ന വിസ്മയയുടെ അപ്പനായ ലാലേട്ടനും പ്രത്യേകിച്ച് ആശംസ പറയേണ്ട കാര്യമില്ല. ആ ലാലേട്ടനും അഭിമാനമായിട്ട്, മലയാളക്കരയ്ക്ക് അഭിമാനമായിട്ട് വിസ്മയ്ക്ക് നല്ലൊരു തുടക്കമാകട്ടെ ഈ ഒരു സിനിമ. ബൈ.